കണ്ണൂർ അയ്യൻകുന്നിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആനയെ തുരത്താനുള്ള നടപടി തുടങ്ങി. കാട്ടാന ജനവാസ മേഖലയിലൂടെ ഓടുകയാണ്. ജനങ്ങൾ വീടുകൾക്കുള്ളിൽ നിന്ന് പുറത്തിറങ്ങരുതെന്നാണ് നിർദ്ദേശം. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി. അജീഷ്, ഒരു ഞായറാഴ്ച ദിവസം ആകപ്പാടെ പേടിച്ചു വരണ്ടിരിക്കേണ്ട ഒരു അവസ്ഥയാണ്. എവിടെയാണ് ഇപ്പോൾ ഈ കാട്ടാന ഉള്ളത്? കാടിന് അടുത്ത മേഖലയിലേക്ക് ഇത് നീങ്ങുന്നുണ്ടോ? ഈ ജനവാസ മേഖലയിൽ നിന്ന് ഏതാണ്ട് 10 കിലോമീറ്ററോളം ഉണ്ട് ഈ കാട്. അതുകൊണ്ട് തന്നെ ഈ വനപാലകർ ഇതിനെ രാത്രിയോട് തന്നെ കാട് കയറ്റാനുള്ള ശ്രമത്തിലാണ്. എന്തായാലും റബ്ബർ തോട്ടത്തിലായിരുന്നു ഇന്നലെ രാത്രി എത്തിയ ഈ കാട്ടാന ഇന്ന് ഉച്ചവരെ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഒരു 3 മണിക്ക് ശേഷമാണ് ഈ വനപാലകർ ഈ തുരത്താനുള്ള നടപടികൾ തുടങ്ങിയത്. വടക്കം പൊട്ടിച്ചും പാട്ടപൊട്ടിയൊക്കെയാണ് ഇതിന്റെ നടപടികൾ നടത്തുന്നത്. ഇതിനിടയിലാണ് ഈ വീടുകൾക്ക് മുന്നിലൂടെ ഇപ്പോൾ കാട്ടാന ഓടുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നത്. ആളുകളൊക്കെ പേടിച്ച് അതിന്റെ ദൃശ്യങ്ങൾ എടുക്കുന്നതിന്റെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. നമ്മളിപ്പോൾ കാണിക്കുന്ന ദൃശ്യങ്ങളിലും അതുകൊണ്ട് ആളുകൾ പരിഭ്രാന്തരായി വീടുകൾക്കുള്ളിൽ തന്നെയാണ് തുടരുന്നത്. ഒരു കാരണവശാലും ഇന്ന് രാത്രിക്ക് ഈ ആനയെ കാടിനുള്ളിൽ കയറ്റുന്നതിന് മുന്നോടിയായി വീടിന് പുറത്തിറങ്ങരുത് എന്നാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അവിടെ പോലീസും ജനപ്രതിനിധികൾ അടക്കമുള്ളവർ അവിടെ തുടരുന്നുണ്ട്. അയ്യൻകുന്ന് ആശാൻകുന്ന് എന്ന് പറയുന്ന അയ്യൻകുന്നിലെ സ്ഥലത്താണ് ഇപ്പോൾ ഈ കാട്ടാന നിലയുറപ്പിച്ചിരിക്കുന്നത്. രാത്രിയാണ് ഈ കാട്ടാന എത്തിയത്. ഒരു ആന മാത്രമാണ് നിലവിലുള്ളത്, കൊമ്പനാണ്. ശരി അജീഷ്, ഏതായാലും അയ്യൻകുന്നുകാർക്ക് വീടിന് പുറത്തേക്കൊന്ന് ഇറങ്ങാൻ പോലും ആവാത്തതിൽ ഭീതി ഉണ്ടാക്കിയിരിക്കുകയാണ്. കാട്ടാന തുരത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.